ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. എന്ത് മാനിഫെസ്റ്റേഷൻ? ഒരു മാനിഫെസ്റ്റേഷനും അല്ല. മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് വർക്കാവാത്തത് എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും വാട്ടർ മാനിഫെസ്റ്റേഷൻ പറയാറുണ്ട്, ക്യാൻഡിൽ മാനിഫെസ്റ്റേഷൻ പറയാറുണ്ട്, പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും പറയാറുണ്ട്. പക്ഷേ ചിലരൊക്കെ പറയുന്നുണ്ട് അവർക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്കാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്കവരും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മാനിഫെസ്റ്റേഷനിൽ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ്, അഫർമേഷൻസ്, ക്രിസ്റ്റൽ ഹീലിംഗ്, അവെയർനെസ്, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടും ഇതൊന്നും നടക്കുന്നില്ല. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കമൻസും കാര്യങ്ങളും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കണ്ണുകളെ ഞാൻ വിശ്വസിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്, എന്ത് ശരിയാണ് ചെയ്തത്, എന്ത് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക. അതായത് പറയാൻ പോകുന്ന വിഷയം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലെ പിഴവുകൾ. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ നമുക്കത് നടക്കില്ല. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാക്ക് എന്നാണ് പറയുന്നത്. ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അറിയാം എന്താണ്, അഭാവമാണ്. അതായത് നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമോ, ഇത് നടക്കില്ലയോ എന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മാഗ്നറ്റ് ഫോർ ഒബിഡൻസ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്നിട്ട് പുറമേ ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അയ്യോ എനിക്ക് പൈസ കിട്ടുമോ, അയ്യോ കിട്ടണേ 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 കിട്ടണേ, ഇങ്ങനെ കുറേ സെൻറ്റൻസ് ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് തിങ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇത് നിങ്ങളങ്ങ് കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. എനിക്ക് കിട്ടി. നിങ്ങൾ എന്തിനാണ് എനിക്ക് കിട്ടണേ 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 എന്ന് ബെഗ് ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ ബെഗ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. ഒരിക്കലും ബെഗ് ചെയ്യരുത്. നമ്മൾ ആരോടും, യൂണിവേഴ്സിനോടും ആരോടും നമ്മൾ ബെഗ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു എനർജിയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ആ എനർജിയാണ് യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ആ എടുക്കുന്ന എനർജിയിൽ നിന്നും പോസിറ്റീവായിട്ടൊരു എനർജി, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തിരിച്ചു തരുന്നത്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. അപ്പോൾ എനിക്ക് കിട്ടണേ 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 എന്നും പറഞ്ഞുള്ള ചിന്ത അവിടെ വിടുക. ഇതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ് നീഡി, എന്താണ് ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടി നിൽക്കുക. യൂണിവേഴ്സ് റെസ്പോണ്ട് ടു യുവർ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് യൂണിവേഴ്സ് മനസ്സിലാക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ കിട്ടണേ കിട്ടണേ എന്ന് ബെഗ് ചെയ്യാൻ പാടില്ല. ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരിക്കലും ബെഗ് ചെയ്യാൻ പാടില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കാൻ പാടില്ല. ഇത് മൊത്തത്തിൽ ഒരു ലാക്കിൽ വരുന്നതാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതൊരു കുറവാണ്, കോൺഫിഡൻസിൻ്റെ കുറവാണ്. അതുപോലെ കിട്ടണേ കിട്ടണേ എന്ന് പറയുന്നതും നമ്മുടെ അറിവില്ലായ്മയാണ്. ഒരിക്കലും നമ്മൾ ഒരിടത്ത് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ ദൈവത്തിന് ചിലർ അമ്പലങ്ങളിൽ പോകാറുണ്ട്, ചിലർ പള്ളിയിൽ പോകാറുണ്ട്, ചിലർ ചർച്ചിൽ പോകാറുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ എനിക്കത് തരണേ, എനിക്കിത് കിട്ടണേ അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ ബിലീവ് ചെയ്യുന്ന എന്തിനോടാണോ ആ ഒരു ഇതിനോട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കിട്ടണേ എന്ന് നമ്മൾ പറയരുത്. ഓക്കെ, നമ്മൾ കിട്ടണേ എന്നല്ല, നമ്മൾ പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടി, ഞാൻ പ്രാപ്തനാണ്, ഞാൻ അതിന് കഴിവുള്ളവനാണ് എന്ന രീതിയിൽ പറയുക. എനിക്ക് പ്രാപ്തനാണ്, അതുകൊണ്ട് എനിക്കത് വേണം. ഓക്കെ, ഞാനത് വേണമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഞാൻ എന്ത് ചെയ്യുകയാണ്, എനിക്ക് ഓപ്പോസിറ്റ് ഞാൻ എന്തിനെയാണോ ബിലീവ് ചെയ്യുന്നത് ആ ബിലീവ് ചെയ്യുന്നതിലേക്ക് ഞാൻ ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യം ഓക്കെ ആണല്ലോ. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൂ മച്ച് ഒബ്സെഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടൂ മച്ച് ഒബ്സെഷൻ. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും, പക്ഷേ നിങ്ങളത് ചെയ്യും. അതായത് ഞാൻ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്. അത് ട്രൂത്താണോ, അത് നടക്കുമോ, ഇത് ചുമ്മാ ഇടുന്ന വീഡിയോ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒരു വട്ടം മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എഗെയിൻ വീണ്ടും ചെയ്ത് നോക്കരുത്. ഒരു ദിവസം 3 പ്രാവശ്യമാണെങ്കിൽ പറയുമെങ്കിൽ രാവിലെ രാത്രി അല്ലെങ്കിൽ
രാവിലെ ഉച്ചയ്ക്ക് രാത്രി പറയുന്ന മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ചെയ്യുന്നു. ഡിഫറൻറ്റ് എനർജീസ് ആണ് മനുഷ്യരിൽ ഉണ്ടാകുന്നത്. ഡിഫറൻറ്റ് എനർജീസ് വഴി നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകുന്നു. നമ്മുടെ പോസിറ്റീവായിട്ട് ആദ്യം ചെയ്ത പോസിറ്റീവ് എനർജിയെ നമ്മൾ കളഞ്ഞ് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ടൂ മച്ച് ഒബ്സഷൻ നിങ്ങൾ അത് കട്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും ഒരു കാര്യം അത് ശരിയാവുമോ നന്നാവുമോ എന്ന ചിന്ത വെടിയുക, ഓവർ തിങ്ക് കളയുക. നിങ്ങൾ ചിന്തിച്ച് കൂട്ടരുത് എനിക്കത് കിട്ടുമോ ഇല്ലയോ ഇത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആണല്ലോ ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ആ കാര്യം ഇവിടെ കഴിഞ്ഞു. നിങ്ങളൊരു വീഡിയോ അല്ലേ കണ്ടത്, ആ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും നടക്കുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയാം, ലെറ്റിൻ ഗോ മെത്തേഡ്, ഫോർഗെറ്റിംഗ് മെത്തേഡാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യേണ്ടത് ലെറ്റിൻ ഗോ മെത്തേഡാണ്. ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. ഇത് സ്നേഹിക്കുന്നവർ തമ്മിൽ പറയുന്നതാണ്. ഞാൻ അവനെ യൂണിവേഴ്സിന് മൊത്തത്തിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം ഞാൻ യൂണിവേഴ്സിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവരും. അത് മറ്റൊരു കാര്യമാണ്, അത് വലിയൊരു ഫാക്ടറാണ്. മനസ്സിലായോ? ഇതാണ് ലെറ്റിൻ ഗോ മെത്തേഡ്. പ്രോപ്പറായിട്ട് ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എത്ര നമുക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കില്ല. ചിലർ പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂസ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ പ്രോപ്പർ അല്ല. നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഫുള്ളും നെഗറ്റീവിനെ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ നെഗറ്റീവേ നടക്കും. മനസ്സിലായോ? നമ്മൾ വിളിച്ചു വരുത്തേണ്ടത് പോസിറ്റീവാണ്. ഇപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ആലോചിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല, നമ്മളത് നെഗറ്റീവാണ്. മനസ്സിലായോ? നമ്മൾ കാര്യം കഴിയുക, പിന്നെ നമ്മൾ റിപ്പീറ്റ് എനിക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യണോ വേണ്ടായോ, എത്ര തവണ ചെയ്യണം, 10 20 തവണ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കരുത്. സോ ടൂ മച്ച് ഒബ്സഷൻ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഫോർഗെറ്റ്, ലെറ്റിംഗ് ഗോ മെത്തേഡ്. നിങ്ങൾ ലെറ്റിംഗ് ഗോ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാനിഫെസ്റ്റേഷൻ്റെ കാര്യം ഫോർഗെറ്റ് ചെയ്യുക. അത് നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരാതിരിക്കുക. അഥവാ നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. സോ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് വേയിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ഒരു വലിയ നിങ്ങളുടെ ഉള്ളെന്ന് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ അകത്ത് നിന്ന് ഫുൾ ഇരുട്ടാണ്. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഫുൾ ഇരുട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, അവിടെ ഒരു ഗോൾഡൻ ലൈറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ചുറ്റും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിങ്ങൾ ഒരു നേരിയ വെട്ടം കാണുന്നു. ആ വെട്ടം നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആ ഒരു വെട്ടം കണ്ടു, ഇനി എൻ്റെ ലൈഫിൽ എല്ലാം നടന്നു എന്ന് കണ്ടു കഴിഞ്ഞ ശേഷം എഗെയിൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എന്താണ്, വീണ്ടും കണ്ണടച്ചിട്ട് ആ വെട്ടത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇതൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കാര്യത്തെ കണ്ടിന്യൂസ് ഒരുപാട് തവണ ആഗ്രഹിക്കരുത്. ഒരു കാര്യം കിട്ടി എന്ന രീതിയിൽ, എനിക്ക് കിട്ടി, എനിക്കതിന് വേണം, ഞാൻ പ്രാപ്തനാണ് എന്ന രീതിയിൽ മാത്രം നിലകൊള്ളുക. ഇതാണ് അടുത്തത്. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുന്നുണ്ട്, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലെൻസിങ് മെത്തേഡ് ഉണ്ട്. ഈ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജി ക്ലെൻസിങ് മെത്തേഡാണ്. ഇത് ഈ നെഗറ്റീവ് എനർജി നമ്മൾ എങ്ങനെ മൊത്തത്തിൽ എടുത്ത് കളയും, അതായത് വാഷ് ഔട്ട് ആക്കി കളയും എന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോൾട്ട് വാട്ടർ വെച്ച് ബാത്തിങ് ചെയ്യാം. അതായത് ഉപ്പുവെള്ളത്തിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം നിറച്ച് ഉപ്പെടുത്ത് വാരി ഇട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അടിയും കിട്ടും. ഒരു പിഞ്ച് സോൾട്ട് എടുക്കുക. ആ പിഞ്ച് സോൾട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കുളിക്കുക. അപ്പോൾ നെഗറ്റീവ് എനർജി കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. പിന്നെ ക്യാൻഡിൽ ലൈറ്റ്, നിങ്ങൾ ഉറങ്ങുന്ന ഏതെങ്കിലും ഒരു വശത്ത് ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് വെക്കുക, നല്ലതായിരിക്കും. അതായത് കുറച്ച് നേരത്തേക്ക് ഒരു 10-15 മിനിറ്റിലേക്ക് കത്തിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചന്ദനത്തിരിയോ കർപ്പൂരം വളരെ നല്ലതാണ്. കർപ്പൂരം യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ഒരു വീടിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ചിടുക. കത്തിക്കുമ്പോഴത്തേക്ക് ആ മണം നമ്മുടെ റൂം ഫുള്ള് ഒരു പ്രത്യേക മണമാക്കിയെടുക്കും. അപ്പം നമുക്കൊരു നെഗറ്റീവ് എനർജിയെ, നിങ്ങൾക്കുള്ളിലെ ഒരു നെഗറ്റീവ് എനർജിയെ കളയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും എന്തായിട്ടിരിക്കുക, പേഷ്യൻസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ലാക്ക് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നതാണ് മാനിഫെസ്റ്റേഷനെ ഏറ്റവും ഇല്ലാതാക്കുന്ന ഒരു ഘടകം. മനസ്സിലായോ? അതായത് എനിക്കിതുവരെ കിട്ടിയില്ലല്ലോ, പേഷ്യൻസ് ഇല്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അയ്യോ എൻ്റെ ടോക്കൺ നമ്പർ വിളിക്കുന്നില്ലല്ലോ, ഷടാ എത്ര നേരമായിരിക്കാൻ തുടങ്ങി. എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒന്ന് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ആ ഒരു പേഷ്യൻസിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് എന്നെങ്കിലും നടക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിരിക്കുക. എന്നെങ്കിലും നടക്കും എന്ന ചിന്താഗതി വരുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നടക്കേണ്ട കാര്യം ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു ദിവസത്തിനുള്ളിലോ നമുക്ക് നടന്നു കിട്ടും. ബിക്കോസ് ഞാൻ എന്നെ പ്രാപ്തനാണെന്ന ചിന്താഗതി വരണം. ഓവർ കോൺഫിഡൻസ് അല്ല, നിങ്ങൾക്ക് നിങ്ങളിലുള്ളിലെ ഒരു കോൺഫിഡൻസ് മാത്രം നിങ്ങൾ വർക്കായിരിക്കണം. ആ വർക്കാവുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് കൂടുതൽ പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നടക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തെ വിശ്വസിക്കുക.
ബിലീവ് ചെയ്യുക, ബിലീവ് ആൻഡ് റിസീവ് എന്നാണ് പറയുന്നത്. വിശ്വസിക്കുക, അത് നമുക്ക് എന്താണ്, വിശ്വസിക്കുന്ന കാര്യം നമുക്ക് തിരിച്ച് നടക്കും നമ്മുടെ ലൈഫിലേക്ക്. അത് മറ്റൊരു ഫാക്ടറാണ്. അപ്പം ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആകാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട്